സോ വാട്ട്സ് ഒക്കെ മൈസ് വെൽക്കം ബാക്ക് മൈ പോസ്റ്റ് പോയിൻറ്റ്. നമ്മൾ വീണ്ടും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കഴിഞ്ഞാൽ വലിയ പറഞ്ഞുതരാം. അതിനുമ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിൽക്കാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാം ചെയ്തേക്കുക. അവർക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മുടെ FC മൊബൈൽ നേടുന്നതാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് FC മൊബൈൽ നമ്മൾ പാക്ക് ആൻഡ് പ്ലേ ആണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, പാക്ക് ഉറക്കും അതിനകത്ത് പ്ലേയേഴ്സും കൊണ്ട് നമ്മൾ FC മൊബൈലിൽ ഒരു ഹെഡ് കളിക്കും. ജയിക്കാൻ പറ്റില്ലെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വെറൈറ്റി കണ്ടൻസ് നിങ്ങൾക്ക് FC മൊബൈലിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. നമുക്ക് നേരെ ബാക്കിലോട്ട് തന്നെ പോയേക്കാം. നമ്മുടെ കയ്യിൽ 13,722 ഡയമണ്ട്സ് ഉണ്ട്. ഇതും കൊണ്ട് നമ്മൾ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ പാക്ക് ഓർക്കും. അതിനകത്ത് കിട്ടുന്ന പ്ലേസും കൊണ്ട് നമ്മൾ ഹെഡ് കളിക്കും. ഇതാണ് നമ്മുടെ പാക്ക് ആൻഡ് പ്ലേ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് പാക്ക് തന്നെ 3000ൻ്റെ പാക്ക് തന്നെ നമുക്ക് തുറക്കാം. ഇതാണ് പൈസ കുറവിൽ ഇച്ചിരിയും കൂടെ കൂടുതലുള്ളൊരു പാക്കാണ്. വൈഷായിട്ട് നമുക്ക് തുറന്നേക്കാം. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ നോക്കുന്നതാണ്. നല്ല പ്ലേസൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ആൻഡ് നമ്മുടെ മെയിൻ പാക്ക് ഉപയോഗിക്കുവാണ്. ആൻഡ് നല്ല പ്ലേ വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാക്ക് വന്നപ്പോഴേക്കും നമുക്ക് വിലോന്ന് പറഞ്ഞൊരു ഫ്രാൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത പാക്കറ്റ് എടുക്കാം. അടുത്തത് നമുക്ക് എനിക്കിപ്പോൾ ഡയമണ്ട്സ് ഇച്ചിരി കുറവായതുകൊണ്ട് നമ്മൾ 2 പാക്കിലും ഓവർ കുറവുള്ളതുകൊണ്ടേ നോക്കും. പക്ഷെ അത് ഏത് പ്ലെയറാണ് നമ്മൾ നോക്കുള്ളൂ. എൻ്റെ ഇപ്പം ഓവർ കൂടുതലുള്ളവരുണ്ടെങ്കിൽ അവരെ നേടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാക്ക് ചെയ്ത് തുറക്കാം. നമുക്ക് 2500 തുറക്കാം. ഇച്ചിരി കൂട്ടിയൊരു 5000 നമുക്ക് തുറന്നേക്കാം. നമുക്ക് കുറേ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ആരെങ്കിലും കിട്ടിയാൽ മതി. അപ്പം 2500ൻ്റെ പാക്ക് തുറന്നുകൊണ്ട് 5000 രൂപയുടെ. അപ്പം നമുക്ക് ഫസ്റ്റ് പാക്ക് തന്നെ തുറന്നേക്കാം. ഫസ്റ്റ് ബോൺസ് പ്ലേയേഴ്സ് കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സാണ്. ഒരു ചിലർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മെയിൻ പാക്ക് തന്നെ ഉറക്കാം. ഒരു ആനിമേഷൻ കാണിച്ചെങ്കിൽ നല്ലതായിരുന്നു. ആൻഡ് ഇപ്പോഴും നോ ആനിമേഷൻ. നമുക്ക് വീണ്ടും ഒരു മീഡിയം പ്ലേയേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇവർ സ്കൂളിലോട്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വേറെ പ്ലേയേഴ്സൊന്നും ഇല്ല. ഓക്കെ, വീണ്ടും നമുക്ക് 5000 രൂപയ്ക്ക് വീണ്ടും നമുക്ക് പാക്ക് ഉറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും നമുക്ക് നമ്മൾ മെയിൻ പാക്കിന് ഉറക്കാം 5000 രൂപയ്ക്ക്. ആൻഡ് ഈ പ്രാവശ്യം ആനിമേഷൻ ഉണ്ട്. ആൻഡ് ഇത് ഏതാണ്ടിരിക്കാനുള്ള സെൻട്രൽ അറ്റാക്കിംഗ് മീറ്റ് ഫ്രം ടോട്ടനാം ആൻഡ് കൂട്ടൂസ് വാർഡ് പ്ലെയർ നമുക്ക് 110 തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് വേറെ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ആണ് നമ്മുടെ ഡയമണ്ട്സ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രോൺസ് പ്ലേയേഴ്സിന് ഇവരെ കൂടെ ടീമും സെറ്റാക്കിയിട്ട് എനിക്ക് കാണിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ടീം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ റെക്കോർഡ് സത്യം പറഞ്ഞാൽ ഞങ്ങളാക്കാൻ മറന്നുപോയി. എനിക്ക് ഇച്ചിരിയും കൂടെ ഡയമണ്ട്സ് ഇച്ചിരി ഒപ്പിച്ചിട്ട് ഞാൻ പാക്ക് ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി പ്ലേയേഴ്സിനെ കിട്ടിയായിരുന്നു. അപ്പം ഇതാണ് ടീം. ഞാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയില്ല. ആദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നമുക്ക് ഞാൻ ടീമിനെ പരിചയപ്പെടുത്തി തരാം. സ്ട്രൈക്കറായിട്ട് റൊബേറോ, റൈറ്റ് വിങ്ങായിട്ട് വിനീഷ്യസ്, മറ്റേ വിനീഷ്യസ് അല്ലേ, ഇത് വേറെ ഏതോ വിനീഷ്യസ്. ലെഫ്റ്റ് വിങ്ങായിട്ട് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ എംബുമോ ഉണ്ട്. കുഡൂസ് ആൻഡ് മിലോട്ട്. ആൻഡ് സെൻട്രൽ ബാക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് പെരേഡസും ഹെറ്റോയും ഉണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും എനിക്ക് ആരും കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുണ്ടേനെയും ന്യൂനോ മെൻഡസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഗോൾ കീപ്പറാണ്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മൾ ഹെഡ് കളിക്കും. ജയിക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജയിക്കാൻ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് തന്നെ കിടക്കാം. നമുക്ക് പൊണേൻ്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ആരോ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ FC 26 ആണ് കളിക്കുന്നത്. നമ്മൾ പുതിയതാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് FC 26 ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് തന്നെ കിടക്കാം. ഓക്കെ ഗൈസ്, മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ചെന്നൈ വേഴ്സസ് ബാർസലോണയാണ്. ഇതാണ് അവൻ്റെ ടീം. നല്ല ടീം തന്നെയാണ്. ഇതാണ് നമ്മുടെ ടീം. ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് മാത്രമായിട്ട് കാണിക്കാം. ആൻഡ് അവരുടെ അറ്റാക്ക് പിർലോയുടെ ഷോട്ട് പക്ഷേ ഹെറ്റോ നന്നായിട്ട് സേവ് ചെയ്തു. ആൻഡ്
ഒരു ഷോട്ട് ഒഴിച്ചു, പക്ഷെ ഒനാന സേവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് കാർഡ് പോകുന്നു. ആൻഡ് പിർലോൻ്റെ ഷോട്ട് അഗെയിൻ. ആൻഡ് ഈ പ്രാവശ്യം ഒനാനയ്ക്ക് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. ഫൈൻ നമ്മൾ കൺസീഡ് ചെയ്തേക്കുവാണ് 1-0. അതിലോട്ട് നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ കൂടെ റൈറ്റിൽ കൂടെ നല്ലൊരു അറ്റാക്ക് കൊണ്ടുപോയതാണ്. കുഡൂസിൻ്റെ ഷോട്ട് ക്രോസ് ബാറെ തട്ടി പോകുന്നു. ആൻഡ് സ്റ്റിൽ 1-0. അടയ്ക്കിൻ അവിടെ അറ്റാക്ക് അഗൈൻ പിർലോ. ഒനാന ഇച്ചിരി നീക്കിയാണ് പിർലോയിലേക്ക് എനിക്ക് വന്നത്. ഒനാന ഇച്ചിരി നീക്കിയായിരുന്നു, പക്ഷേ അവൻ്റെ ഷോട്ട് ഇച്ചിരി വൈഡായി പോയി. റൊമേറോ ബാക്ക് ടു റൊമേറോ. വിനി പാസ് ടു അതാരായിരുന്നു? എൻ്റെ ഇടയിലേക്ക് കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് നല്ലൊരു പാസ്സല്ലായിരുന്നു. ഷോട്ട് അടിക്കാൻ മതിയായിരുന്നു. ആൻഡ് ഹെറ്റോ ഇൻറ്റർസെപ്ഷൻ. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എംബുമോ ആൻഡ് ഷോട്ട്, പക്ഷേ ബ്ലോക്ക് ആയിക്കോട്ടെ. നമുക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് കോർണർ കുഡൂസ് എടുക്കുന്നു. ആൻഡ് ഹെറ്റോയ്ക്ക് ഹെഡ് എടുക്കാൻ പറ്റുന്നില്ല. ആൻഡൊക്കെ നമ്മൾ ഒരു കൊണ്ടുപോകുന്നു. ഫസ്റ്റ് ഹാഫ് വീഡിയോ ആണ്. 1-0 നമ്മൾ തോറ്റിരിക്കുകയാണ്. കുണ്ടേ ഡ്രിബിൾ ചെയ്യുന്ന കുണ്ടേക്ക് ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് റൊമേറോയ്ക്ക് കിട്ടി. റൊമേറോയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും നമുക്ക് ബോൾ ലൂസാവുന്നു. ആൻഡ് അഗെയിൻ അവരുടെ അറ്റാക്ക്. ഹാളൻ പിർലോയ്ക്ക് കിട്ടുന്നു. പിർലോൻ്റെ അഗെയിൻ ഷോട്ട്. ആൻഡ് 2-0 നമ്മൾ അഗെയിൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. 2-0. ആൻഡ് അവർക്ക് തന്നെ വീണ്ടും പന്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം പടലം പൊട്ടുകയാണ്. ആൻഡ് വീണ്ടും പാസ് എംബുമോ ടു ആരോ ഞാൻ കണ്ടില്ല, ആർക്കോ കൊടുത്തു. വീണ്ടും പന്ത് മിസ്സാവുന്നു. ബാക്ക് ടു NDD. വീണ്ടും റൊമേറോ ബാക്ക് ടു എംബുമോ. കുഡൂസ് പാസ് ടു റൊമേറോയുടെ ഷോട്ട്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തേക്കുവാണ്. അഗെയിൻ നമുക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുക്കുന്നു, പക്ഷെ അത് നല്ല വൈഡായിപ്പോയി. എന്നാലൊക്കെ നമുക്ക് തന്നെ പന്ത് കിട്ടുന്നു. ആരോ ഷോട്ട് അടിക്കുന്നു. വീണ്ടും ഡോണറുമ സേവ് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ കോർണർ. അഗെയിൻ ഇച്ചിരി വൈഡായി പോയെങ്കിലും വീണ്ടും പന്ത് തന്നെ കിട്ടുന്നു, പക്ഷേ ഡോണറുമയുടെ കറക്റ്റ് കൈകളിലോട്ട് തന്നെ ആയിപ്പോയി അത്. ആൻഡ് അഗെയിൻ അവരുടെ അറ്റാക്ക്. ഹെറ്റോയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പിർലോയുടെ ഷോട്ട്, പക്ഷേ ഒനാന സേവ് ചെയ്ത് നിൽക്കുവാണ്. ആൻഡ് അവരുടെ കോർണറാണ്. ആൻഡ് അവരെടുക്കുന്നു. ആൻഡ് ഹെറ്റോയ്ക്കാന്ന് തോന്നുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് 2-0 നമ്മൾ തോക്കുകയാണ്. നമ്മുടെ FC ജീവിതത്തിലെ ആദ്യത്തെ തോൽവിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി ടീമിലെത്തിയിട്ട് പറയാം. ആൻഡ് നമ്മൾ തോറ്റിരിക്കുവാണ്. ടീം കിട്ടിൽ വരുന്ന പക്ഷേ നമ്മൾ തോക്കുകയാണ്. അപ്പം ഇനി ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താരം കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് FC മൊബൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നമ്മൾ വെറൈറ്റി കണ്ടൻറ്റായിട്ട് FC മൊബൈലും വേറെ ഗെയിമുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പം അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോയിലത്തെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അപ്പം അപ്പോസ് 2 signing out. Bye bye. See you guys next episode. Love you all. Take care. Ta-ta.